ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മളിപ്പോൾ ത്രില്ലേഴ്സും സ്ലാഷേഴ്സും ഹൊറർ സിനിമകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവല്ലേ. ഇതൊക്കെ കണ്ട് മനസ്സ് മൊത്തത്തിൽ ഒരു ഡാർക്ക് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരല്പം തണുപ്പിക്കാനായിട്ട് മലയാളത്തിൽ തന്നെ കുറച്ച് റീസെന്റ് ഫീൽ ഗുഡ് മൂവീസ് നോക്കിയാലോ. നമ്മൾ മുമ്പും 5 മലയാളം ഫീൽ ഗുഡ് ചിത്രങ്ങളുടെ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞ് ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കേട്ടോ. ആൻഡ് വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കണേ. നമുക്കപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം. കമോൺ. ഓക്കെ, ഫീൽ ഗുഡ് മൂവീസ് എടുത്ത് നോക്കിയാൽ ക്ലാസിക്സ് എന്ന് തന്നെ വിളിക്കാവുന്ന സിനിമകൾക്ക് യാതൊരു പഞ്ഞും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ലല്ലോ. ആൻഡ് അവയിലൊരു 80കളിലും 90കളിലും 2000-ന് ശേഷമുള്ള ചിത്രങ്ങൾ ആരും സജസ്റ്റ് ചെയ്യാതെ തന്നെ ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ പക്ഷെ നോക്കുന്നത് അത്രയ്ക്കൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒഴിവ് നേരങ്ങളിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങളാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2021 മുതൽ ഇങ്ങോട്ട് ഇറങ്ങിയ 5 സിനിമകൾ. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ, കണ്ടിട്ടില്ലാത്തവയാണ് ട്രൈ ചെയ്യാലോ. നമുക്കപ്പോ 5th ഫിലിമിൽ തുടങ്ങാം. ക്ലാസ്മേറ്റ്സും അതിലുപരി ബെസ്റ്റ് ഫ്രണ്ട്സുമാണ് അശ്വിനും ജനനിയും. ജനനിയോട് കടുത്ത പ്രണയമുള്ള അശ്വിൻ ഒരു വാലന്റൈൻസ് ഡേ ദിനത്തിൽ അവള് പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ അവന് ഇഷ്ടമായിട്ടും ജനനി അത് റിജക്ട് ചെയ്യുന്നു. അശ്വിൻ ക്ഷമാപണം നടത്തുകയും അവർ നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എങ്കിലും അശ്വിൻ തന്റെ ഉദ്യമത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നില്ല. ജനനിയുടെ വേർപിരിഞ്ഞു കഴിയുന്ന അച്ഛനമ്മമാർ തമ്മിലുള്ള അകൽച്ചയുടെ കാരണങ്ങൾ പരിഹരിച്ച് അവരെ ഒന്നിപ്പിക്കുക വഴി അവരുടെ മനസ്സിൽ കയറാനാണ് പിന്നീടുള്ള അവന്റെ ശ്രമങ്ങൾ. ഈ 2 റിലേഷൻസിനൊപ്പം തന്നെ അശ്വിന്റെ അമ്മയും ഒരു വിധവയുമായ മഴ്സിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജോസിന്റെ പ്രണയവും ചിത്രത്തിലെ ഒരു പ്രധാന പ്ലോട്ടാണ്. അങ്ങനെ യൗവനത്തിലെയും മധ്യവയസ്സിലെയുമായുള്ള 3 പാരലൽ ലവ് സ്റ്റോറീസ്, അവയെ ഒന്നിച്ച് കണക്ട് ചെയ്ത് തമാശയുടെ കൂടെ മേമ്പടിയോടെ അവതരിപ്പിച്ച് ഷഹദ് നിലമ്പൂരിന്റെ സംവിധാനത്തിൽ അശ്വിൻ ജോസ്, ഗൗരി കിഷൻ, ഗൗതം മേനു, ജോണി ആന്റണി, ദേവയാനി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ അനുരാഗം എന്ന 2023 റൊമാൻറ്റിക് കോമഡി ചിത്രം. കോളേജ് റൊമാൻറ്റിക് സീൻസും പ്രൊപ്പോസൽസും അടങ്ങുന്ന പോർഷൻസും പിന്നെ മൊത്തത്തിൽ കഥ പുരോഗമിക്കുന്ന രീതികളുമൊക്കെ ഒരു ക്ലീഷേ ഫീൽ നൽകുമെങ്കിലും മധ്യവയസ്ക പ്രണയങ്ങളിൽ പ്രത്യേകിച്ച് ജോണി ആന്റണി പതിവിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായ ഭാഗമായിരിക്കുന്ന ലവ് സ്റ്റോറി ദേവയാനിയുമായുള്ള ആ ഒരു ട്രാക്ക് വളരെ രസകരമാണ്. ക്യാരക്ടേഴ്സിനെയൊക്കെ അവതരിപ്പിക്കാൻ സമയമെടുത്ത് മെല്ലെ പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നന്നായി വന്നിട്ടുള്ള സെക്കൻഡ് ഹാഫ് ചിത്രം കണ്ടു തീരുമ്പോൾ മൊത്തത്തിലൊരു നല്ല ഫീലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു സന്ദേശവും നൽകാൻ ഉപകാരപ്പെടുന്നുണ്ട്. ചിത്രം യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കപ്പോൾ ഇനി 4ാമത്തെ ചിത്രത്തിലേക്ക് പോവാം. കുരുവിള കുടുംബത്തിലെ ഓരോ അംഗങ്ങളും സ്വന്തം നിലയിൽ ഓരോ പ്രവർത്തനങ്ങൾ നടത്തി വിജയം കൈവരിക്കാൻ നോക്കുകയാണ്. ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം കൊയ്യുക എന്നതാണ് കുരുവിളയുടെ ലക്ഷ്യം. ഭാര്യ ശോശാമ്മയ്ക്ക് ത്രില്ലർ നോവലുകൾ എഴുതി ഒരു എഴുത്തുകാരിയാകാനാണ് ആഗ്രഹം. മൂത്ത മകൻ ഉമ്മൻ ബാംഗ്ലൂരിലെ IT ജോബ് ഉപേക്ഷിച്ച് ചായ് നേഷൻ എന്നൊരു സംരംഭം ആരംഭിക്കുന്നു. ഇളയ മകൻ തമ്പി ആകട്ടെ കടവന്തറയിൽ തമ്പി FC എന്ന പേരിൽ കുട്ടികളുടെ ഒരു ഫുട്ബോൾ ക്ലബ്ബ് നടത്തുകയാണ്. പക്ഷെ ക്ലബ്ബ് ഇതുവരെ ഒരു മത്സരവും ജയിച്ചിട്ടില്ല. ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്ന കുടുംബാംഗങ്ങൾ ഒടുവിൽ ഒന്നിച്ചൊരു പുതിയ പദ്ധതിയിലേക്ക് കടക്കുകയാണ്. ഇതിലെങ്കിലും അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പല പ്രായത്തിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സിറ്റുവേഷൻസിലൂടെയും ഫാമിലി ബോണ്ടിങ് പോലെ പോസിറ്റീവ് ഫീൽ തരുന്ന സബ്ജക്ട്സിലൂടെയും പറയുന്ന സിനിമയാണ് ഷറഫുദ്ദീൻ, ജോണി ആന്റണി, ആശ മഠത്തിൽ, ജോർജ് കോര എന്നിവർ അഭിനയിച്ച് ജോർജ് കോരയുടെ തന്നെ സംവിധാനത്തിലെത്തിയ തോൽവി FC എന്ന 2023 കോമഡി ഡ്രാമ ഫിലിം. പ്രായഭേദമന്യേ വർക്കാകുന്ന നിർദോഷമായ ലൈറ്റ് ഹാർട്ടഡ് തമാശകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും അമിതമായി ഡ്രമാറ്റിക് ആകാതെയുള്ള ക്രിസ്പായ നരേഷനിലൂടെ കോണ്ടംപററി സോഷ്യൽ മെസ്സേജസ് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് പരാജയങ്ങൾ ഒടുക്കങ്ങളല്ല തുടക്കങ്ങളാണെന്ന് നല്ലൊരു ചിന്ത നമുക്ക് തരുന്ന ഈ സിനിമ പെർഫെക്റ്റ് എന്ന് പറയാവുന്നതിൽ നിന്ന് ദൂരെയാണെങ്കിലും തെറ്റില്ലാത്തൊരു ഫാമിലി എന്റർടൈനർ എന്ന ടാഗ് ഡിസേർവ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ചിത്രം പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. നമുക്കിനി 3rd മൂവി നോക്കാം. സേതുവും മേഘയും പ്രണയത്തിലാണ്. എന്നാൽ 2 കുടുംബാംഗങ്ങളും വ്യത്യസ്ത മതക്കാരായതിനാൽ വീട്ടുകാർ സമ്മതിച്ച് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള അവർ രഹസ്യമായി വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഇതേ സമയം അപ്രതീക്ഷിതമായി സേതുവിന്റെ സഹോദരി സുമി അവളുടെ കാമുകനൊപ്പം ഒളിച്ചോടുന്നു. സേതുവിന്റെ അമ്മാവന്മാർ സുമിയെ കണ്ടെത്താനായി ഇറങ്ങുന്നു. മേഘ വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ പക്ഷെ സേതുവിന് അമ്മാവന്മാരോടൊപ്പം പോയേ പറ്റൂ എന്ന അവസ്ഥയാണ്. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ സ്വപ്നവും പ്ലാനും സാക്ഷാത്കരിക്കാൻ പറ്റുമോ എന്നതാണ് ചിത്രത്തിന്റെ ബാക്കി കാഴ്ചകൾ. കൺഫ്യൂഷൻസും തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും കൊണ്ട് നിറഞ്ഞതിന് തമാശകൾ കണ്ട് ആദ്യാവസാനം എന്റർടൈൻഡ് ആയിരിക്കാൻ കഴിയുന്ന വളരെ നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയ റൈറ്റിംഗ് മികവുള്ള ഒരു ചിത്രം തന്നെയാണ് അച്യുത് വിനായകന്റെ സംവിധാനത്തിൽ അർജുൻ അശോകൻ, അന്നാബെൻ എന്നിവർ ലീഡ് റോൾസിലെത്തിയ ത്രിശങ്കു എന്ന 2023 റൊമാൻറ്റിക് കോമഡി ഫിലിം. സേതുവിന്റെ അമ്മാവന്മാരായി എത്തുന്ന സുരേഷ് കൃഷ്ണയുടെയും നന്ദുവിന്റെയും സീൻസ് ആണ് ചിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അവ സെറ്റ് ചെയ്തിരിക്കുന്ന ടോണും ഒരു ഫീൽ ഗുഡ് മൂഡ് ആണെങ്കിലും അതിനുമപ്പുറം സ്ലാപ്സ്റ്റിക് ഹ്യൂമർ കൊണ്ട് രസിപ്പിക്കുന്ന ഒരു ഫൺ റൈഡ് എന്ന രീതിയിൽ 2 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കാവുന്ന നല്ലൊരു കോമഡി എന്റർടൈനർ തന്നെയാണ് ത്രിശങ്കു. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ചെക്കൗട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി 2ാമത്തെ സിനിമയിലേക്ക് പോവാം.
100 വയസ്സ് പ്രായമുള്ള ഇട്ടൂപ്പ എന്ന വൃദ്ധൻ തന്റെ ഭാര്യ കൊച്ചു ത്രേസ്യയുടെ 60 വർഷം പഴക്കമുള്ള രഹസ്യ പ്രണയലേഖനം കണ്ടെത്തുന്നു. ഇത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കുകയും വിവാഹമോചനത്തിനെ പറ്റി പോലും ആലോചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം കുടുംബത്തെയും പ്രത്യേകിച്ച് കൊച്ചു ത്രേസ്യയും വേദനിപ്പിക്കുന്നു. പ്രശ്നം എന്തെന്നാൽ ഇതൊക്കെ സംഭവിക്കുന്നത് ഇവരുടെ കൊച്ചുമകളായ എൽസിയുടെ വിവാഹ നിശ്ചയ സമയത്താണ്. എൽസി തന്റെ മുത്തശ്ശിയുടെ ഈ രഹസ്യ പ്രണയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം ഒരു രസകരമായ കുടുംബകഥയെ വികസിക്കുന്നതാണ് നമ്മൾ പിന്നീട് ചിത്രത്തിൽ കാണുന്നത്. വിജയരാഘവൻ, KPSC ലീല, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, സുഹാസിനി, ജഗദീഷ്, റോഷൻ മാത്യു എന്നിങ്ങനെ ഒരു വമ്പൻ താരനിരയോടെയാണ് ആനന്ദം ഫിലിം ഗണേഷ് രാജിന്റെ രണ്ടാമത്തെ ഡയറക്ടോറിയലായ പൂക്കാലം എന്ന 2023 കോമഡി ഡ്രാമ ഫിലിം എത്തിയത്. നല്ലൊരു സ്ക്രിപ്റ്റിന്റെ പിൻബലത്തോടെ ഭംഗിയായി ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും കാസ്റ്റിന്റെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന വിജയരാഘവനും KPSC ലീലയും തങ്ങളുടെ സീനിയോറിറ്റി പ്രായത്തിൽ എന്ന പോലെ അഭിനയ മികവിലും പ്രകടമാക്കുന്നു. വളരെ ശക്തവും എമോഷണലുമായ ഒരു മെസ്സേജോടെയുള്ള നല്ലൊരു ക്ലൈമാക്സും സ്ട്രോങ് പോയിന്റ് ആണ്. 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ക്യൂട്ട് ഫാമിലി ഡ്രാമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. നമുക്കിനി ഇന്നത്തെ ഒന്നാമത്തെ ചിത്രം കൂടി നോക്കിക്കളയാം. കൊച്ചി മെഡിക്കൽ കോളേജിൽ ബൈസ്റ്റാൻഡേഴ്സായി നിൽക്കുന്ന 2 പേരെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ. ഇതിൽ സാബു തന്റെ ഭാര്യ ചിത്രയുടെ കൂടെയും കെവിൻ അമ്മയോടൊപ്പമാണ് വന്നിട്ടുള്ളത്. തന്റെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി പൊരുതുന്ന കെവിൻ സാബുവിന്റെ കഥ അറിയുകയും അയാൾക്ക് ചിത്രയോടുള്ള അചഞ്ചലമായ സ്നേഹവും ഡെഡിക്കേഷനും കാണുന്നതോടെ തന്റെ ജീവിത തീരുമാനങ്ങളെ വീണ്ടും വിലയിരുത്താൻ തുടങ്ങുന്നു. മനുഷ്യബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ശക്തിയെ മനോഹരമായി പകർത്തിയിരിക്കുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന ജോജു, ശ്രുതി രാമചന്ദ്രൻ, അർജുൻ അശോകൻ എന്നിവർക്കൊപ്പം ജഗദീഷ്, ജാഫർ ഇടുക്കി, നിഖില വിമൽ എന്നിവരും അഭിനയിച്ചിരിക്കുന്നു. ജൂൺ എന്ന മനോഹരമായ ചിത്രം സംവിധാനം ചെയ്ത അഹമ്മദ് കബീറിന്റെ ഡയറക്ഷനിൽ 2021 എത്തിയ മധുരം എന്ന റൊമാൻറ്റിക് ഡ്രാമയാണ് ചിത്രം. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും പ്രതീക്ഷ നിലനിർത്തുന്നതിന്റെയും ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നതിന്റെയും പ്രാധാന്യം ഒരു ഉപദേശിക്കലിന്റെ മോഡലിൽ നിന്ന് മാറി മനസ്സിൽ തൊടുന്ന കാഴ്ചകളിന്റെയും ഡയലോഗ്സിന്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും സപ്പോർട്ടോടെ ആക്ടേഴ്സിന്റെ പ്രകടനത്തിലൂടെയും ഒക്കെ നമ്മളിൽ എത്തിക്കാൻ സാധിക്കുന്ന മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയാണ് മധുരം. ഒരു മാസ്റ്റർ പീസ് എന്നൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും സ്വന്തമായ ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഐഡന്റിറ്റി ഉള്ള പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സിനിമ. 2 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. സോണി ലൈവിലാണ് ചിത്രം അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായും കണ്ടു നോക്കാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. 5 ചിത്രങ്ങളെയും പറ്റിയുള്ള അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഇത്തരത്തിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ ആയ തീംസ് കൂടെ കമന്റ് ചെയ്താൽ അവയിൽ ഉൾപ്പെടുന്ന ചിത്രങ്ങളെ വെച്ചുള്ള വീഡിയോസ് തീർച്ചയായും ചെയ്യാം. കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.